പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ജനുവരി മാസം 3-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കർത്താവിന് നന്ദി പറഞ്ഞ കരങ്ങൾ ഉയർത്തിയിട്ട് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നു, അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ പ്രഭാതത്തിൽ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഉറക്കെ വിളിച്ച് പറഞ്ഞാണ്ട് യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. വൺസ് മോർ, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദയവിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ പരിപാലനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ 146-ാം സങ്കീർത്തനം അതിൻ്റെ ആരംഭ ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു: യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. ഇവിടെ നമ്മളോട് പറയുക, യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യും? കീർത്തനം ചെയ്യും. നമുക്കും ഒരു തീരുമാനമെടുക്കാം. കർത്താവെ, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും കർത്താവിനെ ആരാധിക്കും, കർത്താവിനെ സ്തുതിക്കും, കർത്താവിന് മഹത്വം കരയിട്ടും, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും എന്നൊരു തീരുമാനം ഈ പ്രഭാതി നമുക്ക് എടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയപ്പ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രികാലം തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിപ്പാൻ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പോൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവ്, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു പുകഴ്ത്തുന്ന കർത്താവ്. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുക. എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. സകല നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും കർത്താവെ അങ്ങ് അവരെ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന വൻ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുക കർത്താവ്, ഒരുമിച്ച് അങ്ങേ ആരാധിക്കുക കർത്താവ്, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുക കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ത്രോട്ട് പെയിനാൽ, തൊണ്ടവേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കംപ്ലീറ്റ് ഹീലിംഗ് ഇപ്പോൾ തന്നെ ആമേൻ ഉണ്ടാകട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കൂടാതെ കർത്താവ്, മറ്റു ഭാരങ്ങളാലൊക്കെ കഴിയുന്നവരുണ്ട്, കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ കണ്ണിൻ്റെ ആ അസ്വസ്ഥത മാറട്ടെ. എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു, ആ ബുദ്ധിമുട്ട് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കണ്ണ് ഡ്രൈ ആയി പോകുന്ന അനുഭവത്തിലിരിക്കുന്നവരുണ്ട്, ഞങ്ങൾ അവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹീലിംഗ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തക്ക സമയത്ത് ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ, ഇവരെ എന്തിനു പഠിക്കാൻ വിടണം, എന്തായിത്തീരും എന്നൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴി തുറന്നു കൊടുക്കുന്ന കർത്താവെ, ഇന്ന് കറക്റ്റ് ഗൈഡൻസ് കർത്താവ് കൊടുക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ഗൈഡൻസ് കൊടുക്കണമേ. ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ടും നിറയ്ക്കണം. ഇന്ന് പൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ഇത് ഫോർവേഡ് ചെയ്യുന്നവരെയും കർത്താവെ ഒരുപോലെ കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജനുവരി 3-ാം തീയതി ഞായറാഴ്ച കർത്തൃദിവസമാണ്. നമ്മൾ ഒരുമിച്ച് ആമേൻ ലോകമെമ്പാടും നടക്കുന്ന ആരാധനയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഇന്ന് കർത്തൃദിവസം
ദിവസമാണല്ലോ ലോകമെമ്പാടും അങ്ങേ ആരാധിക്കുന്ന ദിവസമാണ്. കർത്താവെ, സഭായോഗങ്ങളെ അനുഗ്രഹിക്കണമേ, അല്ലാതെയുള്ള എല്ലാ കൂട്ടായ്മകളെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇന്ന് കർത്താവിൻ്റെ ദാസന്മാരെ ബലപ്പെടുത്തണമേ, തൻ്റെ ജനത്തെ ആമേൻ 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 ബലപ്പെടുത്തണമേ, ഉന്മേഷം കൊടുക്കണമേ, ഉത്സാഹം കൊടുക്കണമേ. ദൈവത്തിൻ്റെ വലിയ മഹത്വം ലോകവ്യാപകമായി നിറഞ്ഞു കവിയുവാൻ കർത്താവ് ഇടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങനെ നാം മഹത്വപ്പെടട്ടെ. കർത്താവെ, ഇന്ന് അനേക പിന്മാറ്റക്കാർ മുന്നേറ്റത്തിലേക്ക് വരണമേ, അനേക ഭാവികൾ മനസ്സാന്തരപ്പെടണമേ, അനേകർ സൗഖ്യമാകണമേ. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് പോർഷൻ എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, സാംസ് 3, അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 5-6 അധ്യായങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 5-6 അധ്യായങ്ങളാണ്. മറക്കരുത്, ഇത് നിങ്ങൾക്ക് ഈ മെസ്സേജിൻ്റെ ക്യാപ്ഷൻ്റെ കൂടെ അയച്ചു തരുന്നുണ്ട്. നിശ്ചയമായിട്ടും വായിക്കാൻ മറക്കരുത്. അങ്ങനെ ഈ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കാനായിട്ടാണ് ഈ പറയുന്ന പോർഷൻസുകൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം കൊണ്ട് ബൈബിൾ റീഡിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അനുദിന വായനയോട് അനുബന്ധിച്ച് ഇതുകൂടെ ചേർക്കുക. അങ്ങനെ ഈ വർഷം കൊണ്ട് വീണ്ടും ഫുൾ പുതിയ നിയമവും പഴയ നിയമവും വായിച്ചു തീർക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഇന്നലെ നമ്മൾ കേട്ട ഭാഗത്തിൻ്റെ അടുത്ത ഒരു ഭാഗമാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അപ്പം കർത്താവ് നമ്മളോട് പറഞ്ഞു, കമ്മിങ് ഡേയ്സ് ആർ ഗുഡ് ഡേയ്സ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളാണ് മുൻപിൽ വരുന്നത്. വളർച്ചയുടെയും ആമേൻ വർധനവിൻ്റെയും ആമേൻ പെരുക്കലിൻ്റെയും ഒക്കെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ആ ദിവസങ്ങളിൽ അത് സ്വീകരിപ്പാൻ തക്കോണം നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നലെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചത്. ഓർക്കുന്നവർക്കായി സ്തോത്രം. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്നലത്തെ മെസ്സേജ് ഒന്നുകൂടെ കേൾക്കുക. അപ്പം നമ്മളോട് ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർമാനമായിട്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. അപ്പം ഓർത്തോണം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഈ വർഷം വളരും, ആമേൻ വർദ്ധിക്കും, പെരുകും. അപ്പം ദൈവം നിങ്ങളെ എല്ലാ നിലകളിലും വളർത്തുകയും വർദ്ധിപ്പിക്കുകയും പെരുക്കുകയും ചെയ്യും കേട്ടോ. അത് മറന്നു പോകരുത്. ആത്മീയമായിട്ട് മാത്രമല്ല, ആമേൻ ഭൗതികമായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും എല്ലായിടത്തും ഒരു വർധനമാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ 2021 കർത്താവ് തരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മുടെ നാവിനെ ഒരു കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഭാഗം കേട്ടോ. അതൊന്നുകൂടെ ഒന്ന് കേൾക്കുന്നതല്ലായിരിക്കും കേട്ടോ. വീണ്ടും ഇന്ന് കേൾക്കണം. ആമേൻ, നമ്മൾ ഈ വർഷം പിറുപിറുപ്പുകാരായി തീരരുത്. ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം മോർണിംഗ് മെസ്സേജിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഇയർലി പുതിയ വർഷമായതുകൊണ്ട് ഈ ഇയറിനുള്ളൊരു ഡിസിഷനായിട്ട് ഒരു കാരണവശാലും ആമേൻ ഒരു കാരണവശാലും പിറുപിറുക്കാൻ പോകരുത്. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ കർത്താവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് എന്നെയും നിങ്ങളെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിലും പിറുപിറുപ്പുകാരാകാതെ സ്തോത്രം പറയുന്നവരായിരിക്കണം. 2021 ഒരു കാരണവശാലും കംപ്ലൈൻറ്റിൻ്റെ വർഷമാകരുത്. മറ്റുള്ളവരോട് അവരോടും ഇവരോടും കംപ്ലൈൻറ്റുകൾ പറയുക, കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിക്കുക, എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കിത് തന്നില്ലല്ലോ, അവരെനിക്കത് തന്നില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് വിഷമിക്കാതെ. അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പാസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ വർധനവിൻ്റെ വർഷമാണ്, എന്നിട്ട് അല്ലെങ്കിൽ ഉപദേശി പറഞ്ഞ് വർധനമാണ്, അല്ലെങ്കിൽ ആ ബ്രദർ പറഞ്ഞ് വർധനമാണ്, എന്നിട്ട് എൻ്റെ കാര്യത്തിൽ അങ്ങനല്ലല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുക്കാതെ എല്ലാത്തിനും സ്തോത്രം ചെയ്തോണം. അതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. റോമാലേഖനം 8:28 പറയുക, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എങ്ങാനും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വർദ്ധിക്കാത്ത അനുഭവങ്ങളോ എന്തെങ്കിലും കിട്ടാതിരിക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടായാൽ പോലും ഭാരപ്പെടേണ്ട. നിശ്ചയമായിട്ടും ദൈവം തക്ക സമയത്ത് വർദ്ധിപ്പിക്കും. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക, നമ്മൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ പറഞ്ഞതുപോലെ ഇതുവരെ ഞങ്ങളെ വിടുവിച്ച ദൈവം ഇന്നും വിടുവിപ്പാൻ ശക്തനെന്ന് ഉറക്കെ വാ തുറന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെ നമ്മൾ പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? തക്ക സമയത്ത് ഹല്ലേലൂയ കർത്താവ് നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. സങ്കീർത്തനം 104 പറഞ്ഞ് അവൻ്റെ വാതിലുകളിൽ എങ്ങനെ വേണം? സ്തോത്രത്തോടെ വരണം, പിറുപിറുപ്പോടെ ചെല്ലരുത്. ചിലർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു സ്തോത്രം പോലും പറയത്തില്ല. വന്നാൽ ഉടനെ കുറേ കാര്യങ്ങൾ, കർത്താവേ അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അങ്ങനെ നടന്നില്ല, ഇങ്ങനെ നടന്നില്ല. അങ്ങനെ വരുന്ന പ്രാർത്ഥനകളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടത്തില്ല. അവൻ്റെ വാതിലുകളിൽ എങ്ങനെ ചെല്ലണം? സ്തോത്രമാണ് അവൻ്റെ വാതിൽ തുറക്കുന്നത്. അപ്പം കർത്താവെ നീ എന്നെ നടത്തിയതിനായിട്ട് സ്തോത്രം, കർത്താവെ അങ്ങനെ കരുതിയതിനായിട്ട് സ്തോത്രം, കർത്താവെ അങ്ങനെ പുലർത്തിയതിനായിട്ട് സ്തോത്രം. അപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പം പ്രാർത്ഥിച്ച പല കാര്യങ്ങളും കിട്ടാതിരിപ്പുണ്ടാകും, പക്ഷെ കിട്ടിയ കാര്യങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം, ആമേൻ.
കാലുകൊണ്ട് നടന്നു പോകാൻ പറ്റുന്നവൻ കാറില്ലാത്തതിനായിട്ട് ആമൻ നിരാശപ്പെട്ട് ആമൻ പിറുപിറുക്കരുത്. കാലുകൊണ്ട് നടന്നു പോകുന്നവൻ കാലുകൊണ്ട് നടക്കാൻ മേലാതെ ആമൻ ബെഡ് റിഡനായി കിടക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, അറ്റ്ലീസ്റ്റ് എനിക്ക് നടക്കാൻ ദൈവം കൃപ തരുന്നല്ലോ, അറ്റ്ലീസ്റ്റ് എനിക്ക് നടക്കാൻ കൃപ തരുന്നല്ലോ. ഈ അടുത്ത സമയത്ത് ഒരു രോഗിയായ മനുഷ്യൻ, ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ തീരമേല പുറത്തോട്ടൊന്നും പോകാൻ മേല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ പല്ല് തേക്കാനും മുഖം കഴുകാനും ഒക്കെയുള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടല്ലോ, അതിനായിട്ട് സ്തോത്രമെന്നാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കംപ്ലൈനിങ് അല്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉള്ളത് കണ്ട് അതിനായിട്ട് സ്തോത്രം പറഞ്ഞു. ഇല്ലാത്തത് കിട്ടിയില്ലല്ലോ, അതെനിക്ക് തന്നില്ലല്ലോ ആമേൻ എന്ന് പറഞ്ഞ് വിഷമിക്കാതെ കർത്താവ് തന്നതോർത്ത് സ്തോത്രം പറഞ്ഞ് നിങ്ങൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ എന്തുപറ്റും? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറന്നു തരും. അല്ലാതെ കർത്താവെ അവർക്കുണ്ട് എനിക്കില്ല, അവർക്കുണ്ട് എനിക്കില്ല, അവർക്കുണ്ട് എനിക്കില്ല എന്ന് പറയാതെ, കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങ് എനിക്ക് തന്ന് കഴിഞ്ഞ 2021 ഞാൻ പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം നടത്തി. അതുമാത്രമല്ല, എൻ്റെ ആയുസിൻ്റെ ഈ നിമിഷം വരെ അത്ഭുതകരമായി എന്നെ നടത്തിയല്ലോ. അവൻ അയ്യോ വീട് ചെറുതായി പോയി. അപ്പം നോക്കിയേ, വഴിയോരത്ത് കിടക്കുന്നവനെ ഒന്ന് നോക്കിയേ, അവന് വീടില്ല, അവൻ കടത്തിണ്ണയിലാണ് കിടക്കുന്നത്. പക്ഷെ നിനക്ക് അറ്റ്ലീസ്റ്റ് 2 മുറിയുള്ളൊരു വീടില്ലേ, അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറ. ഹല്ലേലൂയ. കാറില്ല, പക്ഷെ നിനക്ക് നടന്നു പോകാൻ പറ്റുന്നില്ലേ, അതിനായിട്ട് സ്തോത്രം പറ. എന്ന് വെച്ചാൽ അവൻ തന്നതോർത്ത് സ്തോത്രം പറയുകയും പിറുപിറുപ്പുകളെ നിർത്തി. അമ്മേൻ, എനിക്ക് ശമ്പളം കുറവാണ്, മറ്റവന് ശമ്പളം കൂടുതല, അപ്പോഴും നിന്നേക്കാൾ ശമ്പളം കുറഞ്ഞവനില്ലേ, അല്ല നിന്റെ ജോലി ഇല്ലാത്തവരില്ലേ, അത് ഓർക്കാതെ എനിക്ക് കിട്ടുന്നത് പോരാ എന്ന് പറഞ്ഞ് പിറുപിറുക്കാതെ 2021 പിറുപിറുപ്പിൻ്റെ വർഷമാകരുത്, സ്തോത്രത്തിൻ്റെ വർഷമായിരിക്കണം. കർത്താവിന് മഹത്വം കൊടുക്കുന്ന വർഷമായിരിക്കണം. ആമേൻ. കർത്താവ് തന്ന നന്മകളെ ഓർക്കാൻ പഠിക്കണം. പലപ്പോഴും നമുക്കില്ലാത്തതിനെ ഓർത്താ നമ്മൾ ദുഃഖിക്കുന്നത് അല്ല, ദൈവം തന്നതിനെ ഓർത്ത് സ്തോത്രം പറയാൻ പഠിക്കുക. ഇല്ലാത്തതിനെ കൂടെ കർത്താവ് വിളിച്ചു വരുത്തി തരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചു മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ഈ ദൂത് മുഖാന്തരമാക്കട്ടെ. 2021 ഒരിക്കലും പിറുപിറുത്ത് കളയരുത് കേട്ടോ. അവൻ 2021 ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി മുന്നേറുന്ന വർഷമായിരിക്കണം. അവൻ അങ്ങനെങ്കിൽ നിങ്ങൾ വളരും, നിങ്ങൾ വർദ്ധിക്കും, നിങ്ങൾ പെരുകുവാൻ കർത്താവ് ഇടവരുത്തും. കാരണം എവിടെ ആരാധനയുണ്ടോ, എവിടെ സ്തോത്രമുണ്ടോ, അവിടേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാന്നിധ്യം ഇറങ്ങി വരണോ, സ്വർഗത്തിൻ്റെ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടണോ, പിറുപിറുപ്പുകാരാകാതെ സ്തോത്രം പറയുന്നവരായിരിക്കും. നമുക്കറിയാം, ദൈവജനം മരുഭൂമിയിൽ പിറുപിറുത്തു, കർത്താവരെ കൈവിട്ട് കളഞ്ഞു. നമ്മൾ ഒരിക്കലും 2021 പിറുപിറുപ്പാകരുത്. എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഉടനെ അതില്ലാത്തവരെ നോക്കിക്ക്, അതിലും താഴെയുള്ളവരെ നോക്കിക്ക്. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ സാരമില്ല, എനിക്ക് കിട്ടിയില്ലെങ്കിലും ആമേൻ, കർത്താവിന് ഞാൻ സ്തോത്രമെന്ന് പറയുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. അങ്ങനെ ഒരു ലൈഫിലേക്ക് കർത്താവ് എന്നെയും നിങ്ങളെ കൈപിടിച്ച് കയറ്റട്ടെ. 2021 ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോൾ പറയട്ടെ, പിറുപിറുക്കരുത്, ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം കേട്ടോ. ഓ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. നോട്ട് ബൈ നാച്ചുറൽ റിസോഴ്സ് ബട്ട് ബൈ സൂപ്പർ നാച്ചുറൽ റിസോഴ്സ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.